കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് നഷ്ടമായത് എന്ന് എൽദോസിന്റെ സഹോദരി സ്വപ്ന. പ്രായമായ അച്ഛനും അമ്മയും കഴിഞ്ഞിരുന്നത് എൽദോസിന്റെ മാത്രം വരുമാനം കൊണ്ടാണ്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണമെന്നും എൽദോസിന്റെ കുടുംബം മാതൃഭൂമി ന്യൂസിനോട്. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. ആ വീടിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് എൽദോസിന്റെ മാത്രം വരുമാനമായിരുന്നു. പ്രായമായ അച്ഛനും അമ്മയും സഹോദരി വിവാഹിതയായി മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞാണ് അവർ ഈ വീട്ടിലേക്ക് എത്തിയത്. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? ഞാനൊരു എപ്പോഴായിരുന്നു നമ്മൾ ഫോൺ നോക്കിയത്? നമ്മളൊരു 8 മണിയോടുകൂടി ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം അറിയണേ. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, ഒരു ലൈവ് കണ്ടു, ഉരുളനന്ദി നാച്ചേരിയിലൊരു ആന ഒരു ആളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. ഇനി ആരാവെന്ന് വെറുതെ അപ്പം വിളിച്ചു നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു നോക്കി. അപ്പോൾ ഇവിടെ എന്നോട് പറയുന്നുണ്ട്, ഞാനയുടെ കാല് പോകാൻ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പെട്ടെന്ന് ചങ്കിൻ്റെ അടിച്ച് കരഞ്ഞോളെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലടി നിനക്ക് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നമുക്ക് കസിനായിട്ടുള്ള ഒരു അളിയനെ വിളിച്ചു. അളിയ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അളിയൻ എന്നോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവളോട് പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവള് കിടന്ന് അലമുറ എടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ തൊട്ടടുത്ത് വണ്ടിയൊക്കെ വിളിച്ച് ഇവിടെ എത്തി. 11:30 എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇവളോട് തന്നെ പറയുന്നത്. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? എന്തായിരുന്നു? പുള്ളി സെക്യൂരിറ്റി പണിക്ക് പോകുന്നത്. തൃശ്ശൂർ അങ്ങനെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. രാത്രി സാധാരണ ഈ സമയത്ത് ഇങ്ങനെ വരുന്ന രാത്രി വരുന്ന പുള്ളി. ജോലി കഴിഞ്ഞ ദൂരെയാണെങ്കിൽ ഇവിടെ എത്താൻ സമയം വേണമല്ലോ, അങ്ങനെ വരുന്ന. ഈ അച്ഛൻ്റെ അമ്മയ്ക്ക് ആരോഗ്യമൊക്കെ എന്താ? അവര് അപ്പച്ചനും അമ്മച്ചിക്കും അമ്മച്ചി പണിയാനൊന്നും പോകുന്നില്ല. അപ്പച്ചനും ഇപ്പം തീരെ വയ്യാതിരിക്കുക. അവർക്ക് അവനാ നോക്കിക്കൊണ്ടിരുന്നവര്. കുടുംബത്തിന്റെ വരും ആകെ. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. നിങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്. ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? നിരന്തരം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ആളെ ഇങ്ങനെ ഉപദ്രവിച്ച് ഇല്ലാണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്നാലും കൃഷി നശിപ്പിക്കുകയോ നമ്മുടെ ഇവിടെയൊക്കെ മുറ്റത്ത് കയറി വരുന്ന ആന നിരന്തര ശല്യമാണ്. അങ്ങനെയല്ല, പല മൃഗങ്ങളും ഉപദ്രവിക്കും. പന്നി, കാട്ടുമൃഗങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടെ. ഇന്നലെ കളക്ടർ വന്നിട്ട് കുറേ ഉറപ്പുകളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇനി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആവർത്തിക്കാതിരിക്കും, അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അങ്ങനെയാണ് അവർ പറഞ്ഞത്, നമുക്കറിയത്തില്ലല്ലോ. എന്താ വിശ്വസിക്കേണ്ടിയിരിക്കുന്നല്ലോ, കാരണം അവരതുപോലെ നമ്മളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കത് വിശ്വസിക്കണം. എന്തായാലും കുടുംബത്തിൻ്റെ വാക്കുകളാണ്. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു എൽദോസാണ് ഇല്ലാതായിരിക്കുന്നത്. പ്രായമായ അച്ഛനും അമ്മയുമാണ്. അമ്മ രോഗിയാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം ഇവിടെ പ്രായമായ നിങ്ങൾ കണ്ടല്ലോ, രോഗിയായ അച്ഛനും അമ്മയാണ് ഉള്ളത്. ആയ ഒരു അത്താണി മകനായിരുന്നു. പെങ്ങളെ കെട്ടിയേക്കുന്ന ഭർത്താവിന് കാഴ്ചശേഷി തീരെ ഇല്ല. അപ്പോൾ അവർക്കും ഒരു സഹായം, സാമ്പത്തികമായിട്ട് സഹായം ചെയ്തുകൊണ്ടിരുന്നത് എൽദോസ് ആയിരുന്നു.